വെൽക്കം ടു ദൻ മലയാളം. സോ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഞാൻ മുന്നേ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു മ്യൂച്വൽ ഫണ്ടിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാമെന്ന്. സോ നമ്മൾ ഇന്ന് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പഠിക്കാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. അതായത് രണ്ട് രീതിയിൽ മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വൺ ഈസ് SOA, അതായത് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സ്. അതെന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം, AMCs, അതായത് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ആണ് അത്തരം മ്യൂച്വൽ ഫണ്ട്സ് നമുക്കായിട്ട് അവൈലബിൾ. നിങ്ങളത് ബാങ്ക് മൂലം നിങ്ങൾക്ക് അറിയുന്ന പല ബാങ്കിന്റെ SBI, ICICI, HDFC, IDBI, ആക്സിസ് ബാങ്ക്, സോ ഇത്തരം ബാങ്കുകളിൽ നിന്നൊക്കെ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ്, അവരുടെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് ബാങ്ക് മുഖാന്തരം നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങാം. പലപ്പോഴും നിങ്ങൾക്ക് അറിയുന്നത് ഇത്തരം മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ സാധ്യത. എന്നാൽ ഇനിയൊരു തരം മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അതാണ് ഡിമാറ്റ് മ്യൂച്വൽ ഫണ്ട്. ഡിമാറ്റ് ഫോർമാറ്റിൽ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഡിമാറ്റ് മ്യൂച്വൽ ഫണ്ട് വഴി നമ്മൾക്ക് ആരെ ആശ്രയിക്കേണ്ട, നമ്മുടെ ധന്നിൻ്റെ ആപ്പ് മുഖാന്തരം തന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് SIP ആയിട്ടോ, അതായത് നിങ്ങളുടെ സേവിങ്സ് അനുസരിച്ചിട്ട് അത് റെഗുലർ ആയിട്ടോ ഇറഗുലർ ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കയ്യിൽ എപ്പോഴൊക്കെ കാശ് വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് വാങ്ങണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം. അല്ല, ഒരു ഫിക്സഡ് ഇൻകം നിങ്ങൾക്ക് ഉണ്ട് മാസം തോറും, അല്ലെങ്കിൽ ദിവസത്തിൽ പോലും ഓരോ ദിവസം വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. യൂണിറ്റ് വൈസ് നമ്പർ ഓഫ് യൂണിറ്റ്സ്, ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ബേസിക് വാല്യൂ എന്ന് പറയുന്നത് 10 rupees ബേസിക് വാല്യൂ NAV വരുന്നതാണ്. ഓരോ ഫണ്ടിനും ഓരോരോ മിനിമം ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. നമുക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് SIP നടത്താം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കപ്പാസിറ്റി, ഇപ്പോൾ എനിക്ക് 1000 rupees വീക്കിലി 1000 മാറ്റി വെക്കാം, അതൊരു കൈൻഡ് ഓഫ് SIP ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി നിങ്ങളുടെ എല്ലാ ചിലവും പോയിട്ട് നിങ്ങൾക്ക് മന്ത്ലി ഒരു 5000 അവൈലബിൾ ആണ്. നിങ്ങൾ യൂട്യൂബ്സിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി യൂട്യൂബ്സിലൊക്കെ ഞാനും തന്നെ കാണാറുണ്ട്, പലപ്പോഴും പല വീഡിയോസിലും പല പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞു കേൾക്കാറുണ്ട് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി. അതായത് പുതിയ NFO ഇറങ്ങുന്നുണ്ട്. NFOs നിങ്ങൾക്ക് ഒത്തിരി കേട്ടിട്ടുണ്ടാവും. ലൈക്ക് നമ്മൾ യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു പഠിക്കും, നമുക്ക് അവരുടെ വീഡിയോസിലൊക്കെ നല്ല എല്ലാം അതൊക്കെ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ആണ്. അതായത് SOA കൈൻഡ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അവരിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്ന മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുക. അവരുടെ തന്നെ വെബ്സൈറ്റ് വഴി അവർ തന്നിരിക്കുന്ന ലിങ്ക്സ് ഒക്കെ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നത് അത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് ആണ്. പക്ഷേ നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങളുടെ കൺട്രോളിൽ തന്നെ നിലനിർത്തി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിനെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മെത്തേഡ്സിൽ SIP മുഖാന്തരം, അല്ലെങ്കിൽ നിങ്ങളുടെ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട് പോലും മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഏതിലൂടെ നടത്താം? ധന്നിലൂടെ നടത്താം. ഇനി വേറൊരു ബെനിഫിറ്റ് ഉണ്ട്, എന്താണെന്നറിയോ? ഇതേ മ്യൂച്വൽ ഫണ്ടിനെ തന്നെ നിങ്ങൾക്ക് ധന്നിലൂടെ തന്നെ നിങ്ങൾക്ക് പ്ലഡ്ജും ചെയ്തിട്ട്, നിങ്ങൾക്ക് ട്രേഡേഴ്സ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 10 lakhs rupees നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിലും ചെയ്യണം, പ്ലസ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുക. ധന്നിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് അപ്ലൈ ചെയ്യുക. മ്യൂച്വൽ ഫണ്ടിന് അപ്ലൈ ചെയ്ത് നിങ്ങൾ നല്ലൊരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഫണ്ട് നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്ലഡ്ജ് ചെയ്യാൻ പറ്റും. പ്ലഡ്ജ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാക്സിമം അറൌണ്ട് 90% ഓഫ് എമൗണ്ട്, അതായത് 10 lakhs ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 9 lakhs നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും? നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി പ്ലഡ്ജ്ഡ് ഫണ്ടായിട്ട് നിങ്ങളുടെ കയ്യിൽ ലഭ്യമാകും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡും ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അത് ഗ്രാജുവലായിട്ട് അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ട്രേഡ് ഈക്വിറ്റീസ്, നല്ല സ്റ്റോക്സ് ഒക്കെ മേടിച്ച് നിങ്ങൾക്ക് അതും ഹോൾഡ് ചെയ്ത് അതിൽ നിന്ന് അഡീഷണൽ ബെനിഫിറ്റ്സും ഉണ്ടാക്കാനുള്ള സാധ്യതയൊക്കെ നിങ്ങൾക്ക് ഡിമാറ്റ് മ്യൂച്വൽ ഫണ്ട് വഴി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ധന്നിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ്. സോ ഇതൊക്കെ എങ്ങനെ സാധ്യമാകും? എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് സെഗ്മെന്റിലേക്ക് കടന്നിട്ട് മ്യൂച്വൽ ഫണ്ട്സ്, ഏതൊക്കെ മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. പിന്നെ മ്യൂച്വൽ ഫണ്ടിന്റെ കാര്യത്തിൽ ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ധന്നിൽ നിങ്ങൾ വെബ് പ്ലാറ്റ്ഫോം വഴി മ്യൂച്വൽ ഫണ്ട് നമുക്ക് ലഭ്യമാക്കാൻ കഴിയില്ല. നിങ്ങളുടെ മൊബൈൽ ആപ്പ് യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് മ്യൂച്വൽ ഫണ്ട് വാങ്ങാനോ വിൽക്കാനും പ്ലഡ്ജ് ചെയ്യാനും ഒക്കെ സാധിക്കത്തുള്ളൂ. സോ ഞാൻ നിങ്ങൾക്ക് മൊബൈൽ സ്ക്രീൻ വഴി തന്നെ എങ്ങനെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് നമുക്ക് പോകാം, ഏതൊക്കെ മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്, എന്തൊക്കെ രീതിയിൽ മ്യൂച്വൽ ഫണ്ട്സിന് എന്തൊക്കെ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, സോ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ,
അപ്പോൾ മ്യൂച്വൽ ഫണ്ടിന്റെ നമുക്ക് സ്ക്രീനിലേക്ക് കിടക്കാം. നിങ്ങൾ മൊബൈൽ ആപ്പ് അത്യാവശ്യം മൊബൈൽ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്നുള്ളതൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർ തീർച്ചയായിട്ടും അത്തരം പ്രീവിയസ് വീഡിയോസ് പോയി കാണുക. പിന്നെ അതിനോടൊപ്പം തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബിക്കോസ് ഒരുപാട് നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ കണ്ടന്റ്സുമായിട്ട് ഞാൻ മുന്നോട്ട് വരുന്നുണ്ട്. സോ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ഡൗട്ട്സും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ നൗ. സോ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഹോം പേജ് കാണാം. ഹോം പേജിൽ ഇനീഷ്യലിൽ തന്നെ നമുക്ക് ഹോമിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെന്നുള്ളതൊക്കെ ഓൾറെഡി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ്സ് സ്റ്റോക്ക് എന്താണ്, ദെൻ ഓപ്ഷൻസ് കാണാം, ദെൻ ഇവിടെ നോക്കൂ മ്യൂച്വൽ ഫണ്ട്സ് കണ്ടോ. മ്യൂച്വൽ ഫണ്ടിന്റെ നമ്മൾ ഫോൾഡറിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ തന്നെ നമുക്ക് ഇവിടെ എന്ത് കാണാം, തൊട്ട് താഴെ ആദ്യം മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ഞാനിപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ഇൻ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് കണ്ടോ. ഇൻവെസ്റ്റ് ഇൻ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. വെരി സിമ്പിൾ. ആ അർത്ഥം ഇനി ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതിൽ തന്നെ ഏതൊക്കെ തരം ഫണ്ടുകൾ ഉണ്ടെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നോക്കിയാൽ അറിയാം. നോക്കൂ, ഏതൊക്കെയാ. ഹൈ റിട്ടേൺ, അതൊരു കൈൻഡ് ഓഫ് ഫണ്ടാണ്. ഹൈ റിട്ടേൺസ് നൽകുന്ന മ്യൂച്വൽ ഫണ്ട്സ് എന്നർത്ഥം. അടുത്തത് ഇൻഡെക്സ് ഫണ്ട്സ്. ഇൻഡെക്സ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഷെയർ മാർക്കറ്റ് ഉള്ളവർക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഷെയർ മാർക്കറ്റിന് അപ്പുറത്ത് മ്യൂച്വൽ ഫണ്ട്സ് മാത്രം, ഷെയർ മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയാത്തവർക്ക് പോലും നിങ്ങൾക്ക് എന്താ പറയുക, ധനിന്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതിൽ നിന്ന് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ നിന്ന് ഇൻഡെക്സ് ഫണ്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, ഇൻഡെക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ടി വിയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഇതാ നോക്കൂ, ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയ സൗണ്ടാണ് നിങ്ങൾ കേട്ടത് കേട്ടോ. സോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ചിലപ്പം കേട്ട് കാണാൻ വഴിയില്ല. നിഫ്റ്റി, ഇന്നത്തെ ദിവസം നിഫ്റ്റി ഇത്ര ശതമാനം മുകളിലേക്ക് പോയി, ഇത്ര ശതമാനം താഴ്പോട്ടേക്ക് വന്നു, സെൻസെക്സ് ഇത്ര പോയിന്റ് ഉയർന്നു, ഇത്ര പോയിന്റ് താഴ്ന്നു എന്നൊക്കെ നിങ്ങൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അതേമാതിരി ഇത്തരം ഇൻഡെക്സുകളെ ഫോളോ ചെയ്യുന്ന ഫണ്ടിനെയാണ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ ഫോളോ ചെയ്യുന്ന ഫണ്ട്സ് ഉണ്ടാവും, സെൻസെക്സിനെ ഫോളോ ചെയ്യുന്ന ഫണ്ട്സ് ഉണ്ടാവും. ഇതല്ലാണ്ട് നിങ്ങൾക്കറിയാത്ത അനേകം വേറെയും ഫണ്ട്സ് ഉണ്ടാവും. IT സെക്ടർ, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി IT, നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ, നിഫ്റ്റി ഡിഫൻസ് സെക്ടർ ഉണ്ടാവും, നിഫ്റ്റി കൺസ്യൂമർ സെക്ടേഴ്സ്, നമ്മളിപ്പോൾ ഈ നിങ്ങൾ വീട്ടിൽ നിത്യോപയോഗ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സംഭവം, അതിനെയൊക്കെ കൺസ്യൂമർ സെക്ടർ എന്ന് പറയും. അങ്ങനെ അനേകം ഫാർമ സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾക്ക് നമ്മുടെ ഡേ ടു ഡേ ന്യൂസ് അനുസരിച്ചിട്ട് നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കും, ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ ഏതൊക്കെ മേഖലകൾക്ക് ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ മേഖലകൾ വളരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കുറച്ചൊക്കെ ഗ്രാഹ്യം നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഒരു ഒബ്സർവേഷനിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താനും, അത്തരം ഫണ്ടുകളിൽ, അത്തരം സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത് നാച്ചുറലി ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പൊ അതാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്, ടോപ്പ് റേറ്റഡ് സ്കീംസ്. ഇതെല്ലാറ്റിലും കൂടെ തന്നെ ഓവറോൾ ടോപ്പ് റേറ്റഡ് ആയിട്ടെന്ന് പറഞ്ഞാൽ എന്താ, നോർമലി നല്ല റേറ്റിംഗ്സ്, ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല റിട്ടേൺസ് കിട്ടി നല്ല റേറ്റിംഗ് കൊടുത്തിരിക്കുന്ന ഫണ്ടുകളുണ്ടാവും. റേറ്റിംഗ്സ് എടുക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പൊ ടോപ്പ് റേറ്റഡ് ഫണ്ടുകൾ ഉണ്ടാവും. then അടുത്ത ലിക്വിഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ, ലിക്വിഡ് കൂടുതലായിട്ടും ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഡെക്സ് ഫണ്ടുകൾ, പിന്നെ ഗോൾഡ്, ഇതുപോലുള്ള എന്താ പറയുക, ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള, ഹൈലി ഡിമാൻഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫണ്ടുകൾ. അത്തരം ഫണ്ടുകൾ ഏതൊക്കെ, അത് ലിക്വിഡ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ ഇൻവെസ്റ്റ് വിത്ത്, പിന്നെ അടുത്തത് നോക്കൂ, ഇത് പിന്നെ എന്താ പറയുക, 500 rupees എന്ന് കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. അതൊരു പുതിയ SIP മോഡൽ. നോക്കൂ, സ്മോൾ SIPs ടു ബിഗിൻ, ചെറിയ രീതിയിൽ SIP 500 രൂപ മുതൽ തുടങ്ങും എന്ന് കാണിക്കുന്ന ഒരു സംഭവം അത് കാണിച്ചിട്ടുണ്ട്. അടുത്ത് നോക്കൂ, ലാർജ് ക്യാപ്പ് ഫണ്ട്. ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വലിയ വലിയ സ്ഥാപനങ്ങൾ, കമ്പനികൾ ലൈക്ക് റിലയൻസ്, ടാറ്റ കൺസൾട്ടൻസി, TCS, ദെൻ ഇൻഫോസിസ്, ദെൻ അദാനി, അംബാനി, അദാനി എന്നൊക്കെ നമ്മുടെ മലയാളികൾക്ക് ഇനി പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സോ അത്തരം വലിയ 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 കമ്പനീസിൽ, ആ കമ്പനീസിനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ആ കമ്പനീസിന്റെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന
സെലക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടാവും. സോ ഇതിൽ ഏതാന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ അതിൽ തന്നെ ഡിസ്കവർ ബൈ കാറ്റഗറീസ് എന്നൊരു സാധനം താഴെ കാണുന്ന നോക്കൂ. കാറ്റഗറീസ് എന്തൊക്കെയാണ്? ഈക്വിറ്റി, അതായത് ഈക്വിറ്റീസിൽ ഇതേമാതിരി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഈക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ്, സ്മോൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്ന ഫണ്ടുകൾ ഉണ്ടാവും. ദെൻ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ വേറൊരു ഇതുണ്ട്. അതും ഇതേമാതിരി മിക്സഡ് ആയിട്ടുള്ള ലാർജ് ക്യാപ്പിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാകും, ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ കുറച്ചുണ്ടാവും, കുറച്ച് സ്മോൾ ക്യാപ്പ്, കുറച്ച് മിഡ് ക്യാപ്പ്, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സ്. അതല്ല എന്നുണ്ടെങ്കിൽ സെക്ടർ വൈസ് ഹൈബ്രിഡ് എന്ന വാക്കെന്ന് പറഞ്ഞാൽ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു പുതിയൊരു സാധനം ഉരുവാക്കുന്നതിനല്ലേ നമ്മൾ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അതേമാതിരി ഹൈബ്രിഡ് ഫണ്ട്സ് ഉണ്ടാവും. പിന്നെ ഡെപ്റ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് അതും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്, നമ്മൾ തന്നെ ചെയ്യേണ്ട. അതൊക്കെ ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നവർ ചെയ്തോളൂ, ഫണ്ട് മാനേജേഴ്സിന്റെ ജോലിയാണ്. എന്താണ് ഡെപ്റ്റ് ഫണ്ട്? ഈ ഗവൺമെന്റ് ബോണ്ടുകളൊക്കെ കേട്ടില്ലേ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ പലതരത്തിലുള്ള ബോണ്ട്സ്, അതായത് ഏറ്റവും സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് ഏതാന്ന് വെച്ചാൽ വേൾഡിലെ തന്നെ ഡെപ്റ്റ് ഫണ്ടുകളാണ് ഏറ്റവും സേഫസ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ സേഫ് ആകും തോറും നമ്മുടെ റിട്ടേൺസിന്റെ ലെവൽസ് കുറയാൻ സാധ്യതയുണ്ടാവും. നമുക്ക് സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം, പക്ഷെ റിട്ടേൺ കുറച്ച് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി അതർ മ്യൂച്വൽ ഫണ്ട്സിനെ അപേക്ഷിച്ചിട്ട്. ഡെപ്റ്റ് ഫണ്ടുകൾക്ക് റിട്ടേൺസ് കുറച്ച് കുറവായിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത് നോക്കൂ, ടാക്സ് സേവേഴ്സ് ഫണ്ട്സ് എന്ന് പറയും. നിങ്ങളതും യൂട്യൂബിലൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. ടാക്സ് സേവർ മ്യൂച്വൽ ഫണ്ട്സ്, എല്ലാത്തിനും ടാക്സ് സേവിങ് ആക്ച്വലി ബെനിഫിറ്റ്സ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നോർമലി നമുക്ക് ടാക്സ് സേവിങ് ബെനിഫിറ്റ്സ് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അഡീഷണലി പിന്നെ ടാക്സ് സേവർ എന്ന് പറഞ്ഞിട്ട് തന്നെ പല കാറ്റഗറീസും ഉണ്ട്. ഇനി താഴെ നോക്കൂ, ടോപ്പ് AMCs. ഞാൻ പറഞ്ഞു AMC എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എന്താണ്? അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ്. അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്വത്ത്. മാനേജ്മെന്റ് കമ്പനീസ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇപ്പൊ ഈവൻ ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കമ്പനി ഒന്നുമില്ല. ബാങ്കുകളെല്ലാം ഓൾമോസ്റ്റ് എല്ലാ ബാങ്ക്സും അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ്, എല്ലാം എന്നല്ല ഒരുമാതിരിപ്പെട്ട ബാങ്ക്സ്. നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾ SBI ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ട്, HDFC അതിനൊരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ട്, ICICIക്ക് ഉണ്ട്, ആക്സിസ് ബാങ്കിനുണ്ട്, കോട്ടക് മഹേന്ദ്ര ബാങ്കിനുണ്ട്. സോ ഇത്തരം കമ്പനീസ് തന്നെയാണ് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇവർക്ക് തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടാക്കാനും മ്യൂച്വൽ ഫണ്ട്സിനെ നമ്മളിലേക്ക് എത്തിക്കാനും ഒക്കെയുള്ള അധികാരം ആര് കൊടുത്തിരിക്കുന്നു? RBIയുടെ ഭാഗത്തു നിന്നും സെബിയുടെ ഭാഗത്തു നിന്നൊക്കെ അവർക്ക് അനുമതി പത്രങ്ങൾ ലഭിക്കുന്നവർക്ക്. ഇവരല്ലാണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള അസറ്റ് മാനേജ്മെന്റ് കമ്പനീസും ഉണ്ട് കേട്ടോ. സേ ഫോർ എക്സാമ്പിൾ മോത്തിലാൽ ഓസ്വാൾ എന്ന് കേട്ടിട്ടുണ്ടോ? അതൊരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്, അതൊരു ബ്രോക്കർ കമ്പനിയും കൂടിയാണ്. പിന്നെ പൂനാവാല ഫിൻകോർപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി കമ്പനീസ് ഉണ്ട് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ആയിട്ട് തന്നെ മാത്രം രജിസ്റ്റർ ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന. നിപ്പോൺ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. സോ ഇത്തരം കമ്പനീസ് ഒക്കെ ഉണ്ട്. അതിൽ നമുക്ക് ഇതിൽ കാണിച്ചിരിക്കുന്ന നോക്കുക, ICICI, HDFC, SBI, കോട്ടക് മഹേന്ദ്ര, നിപ്പോൺ കണ്ടോ, ആദിത്യ ബിർള, ആക്സിസ് ബാങ്ക്, UTI മ്യൂച്വൽ ഫണ്ട്, ടാറ്റ മ്യൂച്വൽ ഫണ്ട്, DSP, ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വ്യൂ ഓൾ കൊടുക്കുകയാണെങ്കിൽ ഇനി ധനിൽ വേറെയും ഏതൊക്കെ അസറ്റ് മാനേജ്മെന്റ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൽ ഇവിടെ ലിസ്റ്റ് നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ സെർച്ച് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഏത് നിങ്ങൾക്ക് അറിയുന്ന ബന്ധൻ ബാങ്ക് നോക്കൂ, മിറ അസറ്റ്സ്, HSBC മ്യൂച്വൽ ഫണ്ട്സ്. ഇനി ഫോറിൻ പോർട്ട്ഫോളിയോസിനെ ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടാവും. ലൈക്ക് ഇപ്പൊ ഡൗ ജോൺസ്, നാസ്ഡാക്ക് ഇതുപോലുള്ള ഫോറിൻ മാർക്കറ്റുകളെ ട്രാക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് വരെ നമുക്കിവിടെ ലഭ്യമാണ്. ഈസി ആയിട്ട് ആപ്പിലൂടെ തന്നെ നമുക്ക് ആ മ്യൂച്വൽ ഫണ്ട്സിനൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. സോ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നോക്കൂ, അടുത്തത് പുതിയ NFO. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വേർഡ് പലയിടത്തു നിന്നും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, NFO. പക്ഷെ അവരാരും ഇതിന്റെ ഫുൾ ഡെഫിനേഷൻ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. NFO എന്ന് വെച്ചാൽ ന്യൂ ഫണ്ട് ഓഫർ എന്ന് തന്നെയാണ്. ന്യൂ ഫണ്ട് ഓഫർ ആക്ച്വലി ഫണ്ട് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതാണ്? മ്യൂച്വൽ ഫണ്ട്, പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്. ഈ ഷെയർ മാർക്കറ്റിൽ അതേമാതിരി ഇനിയൊരു വേർഡ് ഉണ്ട്, അതാണ് IPO എന്ന് കേട്ടിട്ടുണ്ടാവും. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ് അതിന്റെ പേര്. അതായത് ഒരു പുതിയ കമ്പനി ഷെയർ മാർക്കറ്റിൽ പുതുതായിട്ട് വരുന്ന ഒരു പ്രക്രിയ പ്രോസസ്സിനെയാണ് IPO എന്ന് പറയുന്നത്. ചുരുക്കി പറയുന്നു, ഒത്തിരി കാര്യങ്ങളുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പിന്നെ പഠിക്കാം. സോ അതേമാതിരി NFO എന്ന് പറയുന്നത് പുതുതായിട്ടൊരു മ്യൂച്വൽ ഫണ്ട് ഓഫർ വരാണ്, അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെയാണ് NFO എന്ന് പറയുന്നത്. അതിന് ഒരു കാലാവധി ടൈം പീരീഡ് ഉണ്ടായിരിക്കും. അതിനുശേഷം പിന്നെ അവൈലബിൾ ആയിരിക്കും. അതൊന്നും ഉടനെ അവസാനിച്ച് പോകുന്നതായിരിക്കത്തില്ല. ചിലത് ക്ലോസ്ഡ് ഫണ്ട് ആയിരിക്കും, ചിലത് ഓപ്പൺ ഫണ്ട് ആയിരിക്കും. ക്ലോസ്ഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മാത്രമേ ആ ഫണ്ട് അവൈലബിൾ ആവത്തുള്ളൂ.
സോ അതുകൊണ്ടാണ് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ എന്നുള്ള കാര്യം. അപ്പോൾ അതിന് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ഫണ്ടാണ് സെറോദ. സെറോദയുടെ ഏത് ഫണ്ടാണ്? BSE സെൻസെക്സ്. BSE എന്ന് പറയുന്നത് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഉണ്ട്, NSE ആൻഡ് BSE. അതിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉള്ള സെൻസെക്സിനെ ഫോളോ ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് സെറോദ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതാണ് പുതിയൊരു NFO. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഇപ്പൊ തന്നെ ഓപ്പണിൽ കിടപ്പുണ്ടെന്ന് അർത്ഥം. അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഓവർവ്യൂ എന്തൊക്കെയാണ്? മിനിമം ലംസം എത്രയാണ്? 100 രൂപ മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. 100 രൂപ മുതൽ IPO നിങ്ങൾക്ക് NFO സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിന്റെ സ്കീം സ്നാപ്ഷോട്ട് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? NFO ക്ലോസിംഗ് ഡേറ്റ് 3 നവംബറിൽ ഈ NFO ക്ലോസിംഗ് ആണ്. അതുവരെ നമുക്ക് അതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താം. അലോട്ട്മെന്റ് ഡേറ്റ് എത്രയാണ്? 30th ഒക്ടോബർ മുതൽ അലോട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട്. സ്കീം ടൈപ്പിനെ പറ്റി റീഡ് ചെയ്യണമെങ്കിൽ ഓപ്പൺ എൻഡഡ് ആണ് കണ്ടോ. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതാണ് 2 ടൈപ്പ് ഉണ്ട്, ക്ലോസ് എൻഡഡ് ഉണ്ട്, ഓപ്പൺ എൻഡഡ്. അപ്പോൾ ഓപ്പൺ എൻഡഡ് എന്ന് പറയുന്നത് വൺസ് ഇത് അലോട്ട്മെന്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ഫ്യൂച്ചറിൽ വീണ്ടും നമുക്ക് എപ്പോൾ വേണേലും ഇതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ദാറ്റ്സ് വൺ തിങ്. ഇനി പ്ലാൻ എന്താണ്? അതിന്റെ ഗ്രോത്ത് പ്ലാൻ. അതിന്റെ ഡീറ്റെയിൽസിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്. ഓരോ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ആ ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഏത് തരം ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിൽ നിന്നും ആ എമൗണ്ട് കളക്ട് ചെയ്യുന്നതൊക്കെ മാൻഡേറ്ററി ആയിട്ട് ഡിക്ലറേഷൻ കൊടുക്കേണ്ടതാണ്. അതിന്റെ സ്നാപ്ഷോട്ട് മാത്രമാണ് ഇത് ഡീറ്റെയിൽസ്. നിങ്ങളിത് വാങ്ങിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആരാണോ ആ ഫണ്ട് റിലീസ് ചെയ്യുന്നത് അവർ നിങ്ങൾക്ക് അയച്ചു തരും. അതൊക്കെ ക്ലിയർ ആയിട്ട് ഉണ്ടാവും. ഇപ്പോൾ അതിന്റെ സ്നാപ്ഷോട്ട്സ് നിങ്ങൾക്ക് വായിക്കാം. മോർ ഡീറ്റെയിൽസ് പോവുകയാണെങ്കിൽ നോക്കൂ, ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? എന്തിനെ ഫോളോ ചെയ്യുന്നു എന്നർത്ഥം. അടിസ്ഥാനം എന്താണ്? BSE സെൻസെക്സ് TRI. BSE സെൻസെക്സിനെ ഫോളോ ചെയ്യുന്നു. ഇനി അടുത്തത് എക്സിറ്റ് ലോഡ്. നോ ചാർജസ് ഫോർ വിഡ്രോവൽ. നോക്കൂ, നിങ്ങൾ വിഡ്രോ ചെയ്യുന്നതിന് ചാർജസ് വല്ലതുണ്ടോ? അതിന് ഒരു ചാർജ്, നിങ്ങൾക്ക് എപ്പോൾ വേണേലും വിഡ്രോ ചെയ്യാം. അടുത്ത സ്റ്റാമ്പ് ഡ്യൂട്ടി ചാർജ് ഉണ്ട് 0.0. അതിന്റെ ഡീറ്റെയിൽസ് അതിന് കാണുന്നു. മ്യൂച്വൽ ഫണ്ട് സ്കീം ഡോക്യുമെന്റിനെ പറ്റി ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് അറിയണമെങ്കിൽ എവിടെ പോകണം? ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കീം ഡോക്യുമെന്റിലേക്ക് അത് പോകും. അതിൽ പോയിട്ട് ആ മ്യൂച്വൽ ഫണ്ടിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് തിരിച്ചു വന്നിട്ട് AMC ഇൻഫർമേഷൻ. AMC ഇവിടെ ആരാണ്? അസറ്റ് മാനേജ്മെന്റ് കമ്പനി സെറോദ അസറ്റ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. കണ്ടോ, ബാങ്ക്സ് മാത്രമല്ല പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിനും അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ഉണ്ടാവും. പിന്നെ അതിന്റെ റിസ്കോമീറ്റർ അടുത്ത് താഴെ നോക്കിക്കഴിഞ്ഞാൽ റിസ്കോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫണ്ടിന്റെ റിസ്ക് എത്രയാണ് നോക്കൂ. വെരി ഹൈ റിസ്ക് എന്ന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇത് കണ്ടൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നോർമലി റിസ്ക് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും കേട്ട് പരിചയപ്പെടുത്തുന്ന ഒരു വാചകം കൊണ്ടാണ്. എന്താണ്? മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞ് നമ്മൾ പരസ്യങ്ങളൊക്കെ കാണാറില്ലേ? ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ദി എല്ലാ ഇൻവെസ്റ്റ്മെന്റ്. ഏതിനാണ് റിസ്ക് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ്? ബാങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ചാലും നിങ്ങൾക്ക് റിസ്ക് ഉണ്ട്. അതറിയോ നിങ്ങൾക്ക്? എത്ര പേർക്ക് അറിയാം? ബാങ്കിൽ നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ SBIയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തോളൂ. അല്ലെങ്കിൽ SBI എന്നുള്ള പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഏതെങ്കിലും നിങ്ങളൊരു നാഷണലൈസ്ഡ് ബാങ്ക്, ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ, സപ്പോസ് ഇനി എങ്ങാനും ബാങ്കിന് എന്തെങ്കിലും സംഭവിച്ച് ബാങ്ക് ഒരു ബാങ്ക്രപ്സിയിലേക്കോ അല്ലെങ്കിൽ ബാങ്കിന് എന്തെങ്കിലും ഒരു തകർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ബാങ്ക് വാഗ്ദാനം തരുന്ന എമൗണ്ട് എത്രയാണെന്നറിയോ? നിങ്ങൾ എത്ര തന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലും നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്ന ചില ഫിക്സഡ് എമൗണ്ട് ഉണ്ടാവും. മേ ബി 1 lakh ആണെന്നാണ് എൻ്റെ തോന്നൽ. അതിപ്പോൾ റീസെൻ്റ്ലി അത് 10 lakhs വരെ ആയി എന്നുള്ള എനിക്കറിയത്തില്ല. 1 lakh എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ അത് ആർക്കും അറിയത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ബാങ്ക് അങ്ങനെയാണോ ചെയ്യുന്നത്? അങ്ങനെയല്ല. അത് റിസ്ക് ഉണ്ട്. ഈ ഒരു ഫണ്ടിന് റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിസ്ക് ഉണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല. ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ലേമാൻ ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം എന്താണെന്നറിയോ? മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റി ഒരുപാട് തെറ്റായ ധാരണകൾ മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് ആർക്കും അങ്ങനെ എളുപ്പത്തിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധാരണ പോലും പലർക്കും ഉണ്ട്. നിങ്ങളുടെ ഏർണിങ്സ് നിങ്ങൾ ഈ കണ്ട കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ആരുടെയെങ്കിലും പേരിൽ വിശ്വസിക്കുക, ഒന്നും അവർ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒന്നും ചെയ്യാണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട്, ആദ്യം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത് കുറച്ചും കൂടി നിങ്ങൾ വേറെ രീതിയിൽ റിസോഴ്സസ് അന്വേഷിച്ചിട്ട് നിങ്ങളുടെ സ്വന്തം പൈസ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഫ്രീഡത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ആരെയും ആശ്രയിക്കാതെ നിങ്ങൾക്ക് തന്നെ ഇൻവെസ്റ്റ്മെന്റ് നടത്താം. അതിൽ നിന്ന് കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കാം. ഓക്കെ, എക്സാമ്പിൾ ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഈ പോയിന്റ് കഴിഞ്ഞു. സോ അടുത്തൊരു നല്ല ശ്രദ്ധിക്കുക. നിങ്ങൾ 25,000 രൂപ വെച്ചിട്ട് നിങ്ങൾ ഒരു ചിട്ടിയിൽ ചേർന്ന് വെച്ചോളൂ. 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക്
എത്ര കിട്ടുമോ അതിൻ്റെ 3 ഇരട്ടി നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ അതേ 25,000 രൂപ മാസം തോറും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അതേ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ അത്യാവശ്യം ഒരുമാതിരിപ്പെട്ട മ്യൂച്വൽ ഫണ്ട്സിൽ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾ ഒരു ചിട്ടിയിൽ അതേ നിങ്ങൾ 25,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ 3 വർഷം എന്ന് പറഞ്ഞാൽ എത്ര മാസമാണ്? 36 മാസം. 36 മാസം നിങ്ങൾ ചിലപ്പോൾ ഒരു പൈസ വിഡ്രോ ചെയ്യാതെ നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ നിങ്ങൾക്ക് 36 മാസം കൊണ്ട് നിങ്ങൾ 25,000 രൂപ വെച്ച് എത്ര ഇൻവെസ്റ്റ് ചെയ്തോ അത്രയും പൈസയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ അല്ലേ? പക്ഷെ ഇതേ സ്ഥാനത്ത് നിങ്ങൾ ഈ 3 വർഷം കൊണ്ട് ഇതേ 25,000 രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കൂ. കുറഞ്ഞ പക്ഷം അതിന്റെ ഒരു 2.5 ഇരട്ടിയെങ്കിലും നിങ്ങൾക്ക്, കുറഞ്ഞ പക്ഷം 2 ഇരട്ടിയെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും. അതറിയോ? ബാങ്കിൽ പോലും അത്രയും കിട്ടത്തില്ല. ഇത് ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഞാൻ പറയല്ല. അത്യാവശ്യം എല്ലാ മ്യൂച്വൽ ഫണ്ടും മാക്സിമം ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷനോട് കൂടി തന്നെയാണ് അതിൻ്റെ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതുവരെ ഇന്ത്യയിൽ ഒരു മ്യൂച്വൽ ഫണ്ട് എന്താ പറയുക നശിച്ചു പോയതായിട്ടോ, പിന്നെ ചില മാർക്കറ്റ് കണ്ടീഷൻസ് ചില പീരിയഡ്സിൽ താഴ്പോട്ടേക്ക് വരും, ചിലപ്പോൾ അത് ചില പീരിയഡ് നല്ല രീതിയിൽ മേൽപോട്ടേക്കൊക്കെ കയറി പോകുന്ന സാഹചര്യങ്ങളുണ്ടാവാം. പക്ഷേ എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ലോങ്ങർ പീരിയഡിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മറ്റേത് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും, എക്സ്പെഷ്യലി ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ വേറെ ചിട്ടി പോലുള്ള നിങ്ങളുടെ എന്താ പറയുക ഡൊമസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് അറിയപ്പെടുന്ന ചില കാര്യങ്ങൾ, അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി അതുപോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് പകരം ഇത്തരം ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റലും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, നിങ്ങൾക്ക് നല്ല ഗ്രോത്തിനും സാധ്യതയുണ്ടായിരിക്കും. സോ അത് ഞാൻ ഇതിനിടയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത് നമുക്ക് അതിനെപ്പറ്റി പരിചയപ്പെടേണ്ട എന്താണ് നോക്കൂ, യുവർ SIPs. നമ്മൾ SIP വല്ലതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, SIP ഞാൻ പറഞ്ഞു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്രോട്ടോകോൾ, നിങ്ങൾ മാസം തോറുമോ ദിവസം തോറുമോ ആഴ്ച തോറുമോ നിങ്ങൾ ഒരു പർട്ടിക്കുലർ SIP മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലോ ഡിഫറെൻറ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ മാറ്റി ഇൻവെസ്റ്റ് ചെയ്താലും എല്ലാറ്റിനും നിങ്ങൾക്ക് SIP മാത്രം ചെയ്യാൻ പറ്റും. എമൗണ്ട് വൈസ് ആയിട്ടെങ്കിൽ എമൗണ്ട് വൈസ്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിൽ ക്വാണ്ടിറ്റി വൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അറിയാൻ പറ്റും. പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നോക്കൂ, സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം 100 rupees പെർ മന്ത്, 500 പെർ മന്ത്, നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് മാറ്റാം. ഇത് ഏറ്റവും എളുപ്പത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 100 500 കൂടെ വച്ചിരിക്കുന്നത്. ബാക്കി നിങ്ങളുടെ താല്പര്യം എന്താണോ, നിങ്ങൾക്ക് എത്ര കപ്പാസിറ്റി അതനുസരിച്ച് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. ദെൻ കംസ് ടു അടുത്ത് മാനേജ് മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട്സ്. എന്തൊക്കെയാണ്? നമ്മൾ ഒരിക്കൽ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നമ്മൾ ബുക്ക് മാർക്ക് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ച് ഇനി നാളെ ഫ്യൂച്ചറിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിനെ പറ്റി നമുക്ക് ഏതെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതറിയാൻ പറ്റും. ദെൻ അടുത്ത ഓൾ ഓർഡേഴ്സ്, നിങ്ങൾ ഏതൊക്കെ ഓർഡർ മ്യൂച്വൽ ഫണ്ട്സ് മുന്നേ നടത്തിയിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ടിന്റെ നിങ്ങളുടെ റെക്കോർഡ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് മാനേജ് മ്യൂച്വൽ ഫണ്ട്. സ്റ്റേറ്റ്മെന്റ്സ്, നമ്മൾ കൊടുത്തതും നമ്മൾ പേയ്മെന്റ് അടച്ചതും നമുക്ക് കിട്ടിയതും അലോട്ട്മെന്റ് നടത്തിയതും വിഡ്രോൾ ചെയ്തതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സിൽ പോകാം. പിന്നെ ബാങ്ക് ആൻഡ് പേയ്മെന്റ്, ഏതൊക്കെ പേയ്മെന്റ്സ് നിങ്ങൾ ഏത് ബാങ്ക് ലിങ്ക് ചെയ്യുന്നു, എങ്ങനെ ലിങ്ക് ചെയ്യുന്നു, അതിൽ നിന്ന് എത്ര പോയി എത്ര വന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. ഒന്നിനും അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു കാര്യം ഇവിടെ ഇല്ല. എവറിത്തിങ് ഇത് ഇവിടെ ഇല്ല എന്നല്ല, ഇത് ധന്യൽ നിന്ന് മാത്രമല്ല, ഇത് കർശന നിയന്ത്രണത്തോടു കൂടി എന്താ പറയുക നടത്തുന്ന കാര്യമാണ്. അത് അല്ലാണ്ട് ഇതൊരു പ്രൊപ്പഗേഷൻ ആയിട്ടല്ല. ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എല്ലാം അത്രയ്ക്ക് പെർഫെക്റ്റ്ലി റെഗുലേറ്റഡ് ആണ് ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്താ എട്ടാണ് എക്സ്റ്റേണൽ പോർട്ട്ഫോളിയോ എന്നൊരു സംഭവം ഉണ്ട്. അതായത് നമ്മൾ ധന്യയിലൂടെ തന്നെ നിങ്ങൾ സപ്പോസ് ഇപ്പം നിങ്ങൾ ഓൾറെഡി നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് ഹോൾഡർ ആണെന്ന് വെച്ചോളൂ, നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം മ്യൂച്വൽ ഫണ്ടുകൾക്കും നിങ്ങൾക്ക് ഇതിലൂടെ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അത് എക്സ്റ്റേണൽ പോർട്ട്ഫോളിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഫോർമാലിറ്റീസ് ഉണ്ട്. അത് നിങ്ങൾക്ക് OTP ഒക്കെ വരും. എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നിങ്ങൾ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ട്സിൽ വേറെ നിങ്ങളുടെ ഉണ്ടോ അതെല്ലാം ഇതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ ഇനി അടുത്തും നമുക്ക് ഒന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹൈ റിട്ടേൺസ് എന്താണെന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ഹൈ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ റിട്ടേൺ ഫണ്ടിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഈക്വിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹൈ റിട്ടേൺ ഉണ്ട്. ദെൻ ടാക്സ് സേവർ റിലേറ്റഡ് ആയിട്ടുണ്ട്. ഹൈബ്രിഡ്, ഡെപ്റ്റ്, ഓരോന്നിനും ഹൈ റിട്ടേൺ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് 5 വർഷം കൊണ്ട് ഈ ഒരു നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ് ഗ്രോത്ത് ഫണ്ട് കണ്ടോ, അതിൻ്റെ 5 year റിട്ടേൺസ് നോക്കൂ എത്ര കൊടുത്തിരിക്കുന്നത്, 221%. അതായത് നമ്മുടെ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ 5 കൊല്ലം കൊണ്ട് അത് 3,21,000 രൂപയായിട്ട് മാറിയേനെ.
ഇതുവേ 1,00,000 രൂപ നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 5 കൊല്ലം കൊണ്ട് നമുക്ക് അത് 2 ലക്ഷം പോലും ആകാൻ സാധ്യത ഉണ്ടാവില്ല. പക്ഷെ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ അത് 221% ആയിട്ട് അത് കൺവേർട്ട് ആയി. സോ ഇത്തരം ഓരോരോ ഹൈ റിട്ടേൺസ് ഇവിടെ നമുക്ക് നോക്കാൻ പറ്റും. ദെൻ ഇനി അടുത്ത ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ അറിയാൻ പറ്റുക, എന്താ ഈ പറയുന്ന ഓരോ ഫണ്ടിന്റെ ഡീറ്റെയിൽസ്. ഇപ്പോ ടാക്സ് ഏതെങ്കിലും ഒരു ഫണ്ടിൽ ടോപ്പ് റേറ്റഡ് സ്കീംസ് എടുത്തു. ടോപ്പ് റേറ്റഡ് ഞാൻ പറഞ്ഞു, നോക്കൂ, മേളിൽ 5 സ്റ്റാർ കൊടുത്തിരിക്കുന്നുള്ളൂ. സ്റ്റാർ ഇട്ടിട്ട് 5 കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ നോക്കിയാൽ അറിയാം അത് 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള, അതും നിപ്പോൺ ഇന്ത്യ തന്നെ. ഇനി ഒന്ന് നോക്കൂ, ഇൻവെസ്കോ ഇന്ത്യ ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട്. ഇനി അതിനെ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയാം. 3 ഇയേഴ്സിൽ 3 വർഷം കൊണ്ട് അത് 67% റിട്ടേൺ കൊടുത്തിരിക്കുകയാണ്. 67% എന്ന് പറയുമ്പോൾ അപ്പോൾ ആവറേജ് എത്രയാണ്? 3 ഇയേഴ്സിൽ 67% റിട്ടേൺ എന്ന് പറയുമ്പോൾ അപ്പോൾ ഓരോ വർഷവും ആവറേജ് 22% റിട്ടേൺ അല്ലേ? ഒരു വർഷം ബാങ്കിന്റെ റിട്ടേൺ എത്രയാ? മാക്സിമം ഈവൻ സീനിയർ സിറ്റിസൺ, ആ സിറ്റിസൺ, ഈ സിറ്റിസൺ എന്ന് പറഞ്ഞു കൊടുത്താൽ പോലും നമുക്ക് മാക്സിമം 7% കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ ഇപ്പൊ. പക്ഷെ ഇത് 22%, എത്ര ഇരട്ടി? 3 ഇരട്ടി റിട്ടേൺ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയോ ഏത് മ്യൂച്വൽ ഫണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. മ്യൂച്വൽ ഫണ്ട്സിന്റെ പ്രത്യേകത ഏതാണ്? ഇനി ഇവിടെ നോക്കൂ, എഗൻസ്റ്റ് നിഫ്റ്റിയുടെ മൂവ്മെന്റ് അനുസരിച്ചിട്ടായിരിക്കും മ്യൂച്വൽ ഫണ്ട്സ് എത്രത്തോളം കയറി ഇറങ്ങി എന്നുള്ളത് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. ഔട്ട് പെർഫോമേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നോക്കൂ, മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സ് ഏതൊക്കെ, അതിനകത്തുള്ള ഈ നമ്മൾ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ട്, അത് ഫണ്ട് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു, അത്തരം ഫണ്ടുകളെ, ആ ഫണ്ടുകൾ ഏതൊക്കെ സ്റ്റോക്കുകൾ നിക്ഷേപിച്ചിരിക്കുന്നു, അത്തരം സ്റ്റോക്കുകളിൽ ഏതൊക്കെയാണ് കൂടുതൽ പെർഫോം ചെയ്തിരിക്കുന്നത് കാണണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോൾഡിങ്സ് ഏതിലൊക്കെയാണ് ഈ നിങ്ങൾ നിക്ഷേപിച്ച ഫണ്ട് ഏതിലൊക്കെയാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിലറിയാൻ പറ്റും. ഏതൊക്കെ സെക്ടേഴ്സിലാണ് ഈ ഫണ്ട് നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് അത് അറിയാൻ പറ്റും. ഡീറ്റെയിൽസ്, അലോട്ട്മെന്റ്സ് അറിയാൻ പറ്റും. ഫണ്ട്സ് ലൈക്ക് ഇതുമാതിരി വേറെ ഏതൊക്കെ ഫണ്ടുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതിലൂടെ അറിയാൻ പറ്റും. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് താഴ്പോട്ട് ഇവിടെ നോക്കൂ, പെർഫോമൻസ് നോക്കൂ. ഫണ്ട് പെർഫോമൻസ് ഇവിടെ കാണിച്ചിരിക്കുന്നു. ഫണ്ട് പെർഫോമൻസ് എന്താണ്? ഫണ്ട് സേവിങ്സ് അക്കൗണ്ടിലാണെങ്കിൽ നിങ്ങൾ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 3 വർഷത്തിൽ നിങ്ങൾക്ക് എത്ര കിട്ടിയേനെ? 1,10,000 രൂപ. അതുവേ നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരുന്നുവെങ്കിലോ 3 വർഷത്തിൽ അതേ 1,00,000 രൂപ ഈ ഫണ്ടിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര? 1,20,000 രൂപ കിട്ടിയേനെ. അതേ നിങ്ങൾ അടുത്ത റെഗുലർ മ്യൂച്വൽ ഫണ്ട്, നോർമൽ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ നിക്ഷേപിച്ചിരുന്നെങ്കിലോ നിങ്ങൾക്ക് 3 വർഷത്തിൽ 1,00,000 രൂപ എത്രയായിട്ട് മാറിയേനെ? 1,69,000 രൂപയായിട്ട് മാറിയേനെ. അതുവേ നിങ്ങൾ ധന്നിന്റെ ദിസ് ഫണ്ട് ഓൺ ധന്നിലൂടെ നിങ്ങൾ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടിയേനെ? 1,74,000 രൂപ കിട്ടിയേനെ. അപ്പൊ ബാങ്കിലാണെങ്കിൽ 1,10,000, പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ 1,20,000, റെഗുലർ മ്യൂച്വൽ ഫണ്ട് SOA നമ്മൾ AMC വഴി നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ 1,69,000, ധന്നിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്തെടുത്തിരുന്നെങ്കിൽ 1,74,000 റുപ്പീസ്. അതാണ് നമുക്ക് കമ്പാരിസൺ. ഇത് എത്ര കമ്പാരിസൺ ആണ്? 1,00,000 രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ, 1,00,000 രൂപ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരുന്നെങ്കിൽ. ഇതിനെ തന്നെ നമുക്ക് ഇനി അടുത്ത റിട്ടേൺ കാൽക്കുലേറ്റർ എന്നൊരു സംഭവം ഉണ്ട്. റിട്ടേൺ കാൽക്കുലേറ്റർ വെച്ച് നമ്മൾ മാസം തോറും നിങ്ങളിപ്പോൾ 100 രൂപ വെച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? 4,981 രൂപ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. അതായത് വെറും 100 രൂപ മാസം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ എത്രയാ? അത് 4,900. അതുവേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതൽ മാസം ഇപ്പം നിങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 റുപ്പീസ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ 10,000 റുപ്പീസ് അലൊക്കേഷൻ വെക്കാം. വീട്ടമ്മമാർക്കൊക്കെ സാധിക്കുന്ന രീതി അപ്രോക്സിമേറ്റ്ലി 10,000 രൂപ നിങ്ങൾ നിക്ഷേപിച്ചാൽ 3 കൊല്ലം കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് 5,18,000 രൂപയായിട്ട് കിട്ടും. നോക്കൂ, ഇതുവേ മാസം 10,000 രൂപ വെച്ച് നിങ്ങൾ അറിയുന്ന ഈ സഭകളൊക്കെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്താ പറയുക, അയൽക്കൂട്ടം, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് സ്ത്രീകളുടെ ഒത്തിരി പേര് ചിട്ടിയൊക്കെ നടത്തുന്നുണ്ട് അല്ലെ. ചിട്ടിയിൽ ഇതേ 10,000 രൂപ നിങ്ങൾ 3 വർഷത്തെ ചിട്ടിയിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ മാസം തോറും 10,000 രൂപ ചിട്ടിയാണെന്ന് വിചാരിച്ചോളൂ അല്ലെ. മാസം തോറും 10,000 രൂപ ചിട്ടിയിൽ നിങ്ങൾ ചേർന്ന് 3 വർഷത്തേക്ക് അപ്പൊ നമ്മൾ എത്ര രൂപ അടയ്ക്കണം? 3,60,000 രൂപ അല്ലെ. 3 വർഷം കൊണ്ട് ഓരോ മാസം 36 മാസം 3,60,000 രൂപ. നമ്മൾക്ക് ചിട്ടി കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടുന്നതും മാക്സിമം കിട്ടാൻ പോകുന്നതും 3,60,000 രൂപ. ശരിയല്ലേ? പക്ഷെ അതേ 10,000 രൂപ വെച്ച് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിലോ അതേ 36 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 5,18,000 രൂപ.
നോക്കൂ, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ, സിമ്പിൾ. അപ്പൊ ഇതേ ഇതിൽ തന്നെ നിങ്ങൾ ഇപ്പൊ അതിന്റെ ഡിഫറൻസ് മനസ്സിലായി, എത്ര രൂപ അധികം നമുക്ക് ലഭിക്കുന്നു. ഈവൻ ഇതേ എമൗണ്ട് നിങ്ങൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നാൽ പോലും നിങ്ങൾക്ക് ഇത്ര റിട്ടേൺ കിട്ടത്തില്ല. സോ ദിസ് ഈസ് ഹൗ മ്യൂച്വൽ ഫണ്ടിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇതാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. എൻ്റെ പേര് ജയകൃഷ്ണൻ. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങൾക്ക് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, എങ്ങനെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് എടുക്കണം, പേഴ്സണൽ നിങ്ങൾക്ക് അഡ്വൈസ് വേണമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് തരാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഞാൻ വളരെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും സാധാരണ ആരും പറഞ്ഞു തരാറില്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓരോരുത്തരും ഈ കാണുന്ന വീഡിയോ കാണുന്ന ഓരോരുത്തരും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ബെനിഫിറ്റ് എന്താണെന്നും അത് നിങ്ങളൊരു ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റർ തന്നെ ആവണം നിർബന്ധമില്ല. അല്ലാത്തൊരു കോമൺ മാന് പോലും മ്യൂച്വൽ ഫണ്ടിനെ സ്വന്തമായിട്ട് നിങ്ങളുടെ ഓൺ കൺട്രോളിൽ നിലനിർത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഒരു ബാങ്കിനെ ആശ്രയിക്കേണ്ട, ഒരിടത്തും പോയി ഇത് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഡേ ടു ഡേ അപ്പം തന്നെ നിങ്ങൾക്ക് ഫണ്ട് ക്യാഷ് വിഡ്രോ ചെയ്യണമോ, എപ്പോൾ വേണേലും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, എപ്പോൾ വേണേലും ക്ലോസ് ചെയ്യാം, എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സോ അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പിന്നെ തിരിച്ച് താഴെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സ്ക്രീൻ എന്താ പറയുക, ആ ഒരു ഏത് മ്യൂച്വൽ ഫണ്ട് എടുത്താലും അതിൻ്റെ പർട്ടിക്കുലർ ഡീറ്റെയിൽസിനെ പറ്റി നമുക്ക് അവിടെ അറിയാൻ പറ്റും. പിന്നെ അറിയാൻ പറ്റുന്നത് ആ ഒരു പർട്ടിക്കുലർ മ്യൂച്വൽ ഫണ്ടിന്റെ ഫണ്ട് മാനേജേഴ്സ് ആരൊക്കെയാണ്, ആ ഫണ്ടിനെ നമ്മൾ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടിനെ ആര് മാനേജ് ചെയ്യുന്നു, അവരുടെ പ്രൊഫൈൽ, അവരുടെ സേ ഫോർ എക്സാമ്പിൾ ഇതിൽ ഫണ്ട് മാനേജർ ശൈലേഷ് രാജ് ബഹൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ബൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം മാനേജ് ചെയ്യുന്ന മറ്റ് ഫണ്ടുകളെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽസ്. അദ്ദേഹം ഏതൊക്കെ ഫണ്ടുകളെ മാനേജ് ചെയ്യുന്നു എന്ന് അറിയാൻ പറ്റും. ആ മാനേജറിന്റെ പേഴ്സണൽ പ്രൊഫൈൽ അറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോ യുവർ ഫണ്ട് മാനേജർ എന്നുണ്ടാവും. എത്ര സ്കീംസ് മാനേജ് ചെയ്യുന്നുണ്ട്? 3 സ്കീംസ് മാനേജ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്? MBA ഫിനാൻസ് CFA. അതാണ് ഇത് ക്വാളിഫിക്കേഷൻ. എന്തൊക്കെ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങൾ ഒരു ഫണ്ടിൽ നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു കൺട്രോൾ ഓവർ ദ ഫണ്ട് എന്ന് പറയും. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫണ്ടിന്റെ പുറത്തൊരു കൺട്രോൾ ഉണ്ടായിരിക്കും. സോ ഇത്രയാണ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി ഫർദർ നിങ്ങൾ സ്വന്തമായിട്ട് വർക്ക് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് തടസ്സം നേരിടുന്നുണ്ടെങ്കിലോ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഞാൻ തരും. സോ എല്ലാവരും വൺസ് അഗൈൻ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മോർ ഇതുപോലുള്ള ഇൻഫർമേഷൻസുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പ് വരും. സൈനിങ് ഓഫ് റൈറ്റ് നൗ. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.